ഇസ്രായേൽ ആക്രമണങ്ങളിൽ ചാവുനിലമായി മാറിയ ഗസയിൽ കൊല്ലപ്പെട്ട ഫലസ്തീനികളുടെ എണ്ണം 40,000 കടന്നു. 2023 ഒക്ടോബർ 7 തുടങ്ങിയ ആക്രമണത്തിൽ ഇതുവരെ 40,005 പേർ കൊല്ലപ്പെട്ടതായി ഗസ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. 92,401 പേർക്കാണ് പരിക്കേറ്റത്. മരിച്ചവരിൽ കൂടുതൽ പേരും സാധാരണക്കാരാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കുന്നു. കൊല്ലപ്പെട്ടവരിൽ കൂടുതൽ സാധാരണക്കാരാണെന്ന് പറയുമ്പോഴും മറ്റുള്ളവർ എത്രയെന്ന് വ്യക്തമല്ല. ഗസ ആരോഗ്യ മന്ത്രാലയം ഉയർത്തി കാണിക്കുന്ന കണക്കുകൾ ഇസ്രായേൽ തള്ളി. ഹമാസാണ് ഭരണ സംവിധാനം നിയന്ത്രിക്കുന്നതെന്നും അതിനാൽ കണക്കുകൾ വിശ്വാസയോഗ്യമല്ലെന്നുമാണ് ഇസ്രായേൽ ഉദ്യോഗസ്ഥരുടെ വാദം. 2009 മുതൽ 2021 വരെയുള്ള നിരവധി സംഘർഷങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെയും കാണാതായവരുടെയും കണക്കുകൾ ഐക്യരാഷ്ട്രസഭ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കണക്കുകൾ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ആരോഗ്യ മന്ത്രാലയവുമായുള്ള ഏകോപനം താറുമാറായി എന്നാണ് UN സെക്രട്ടറി ജനറൽ വ്യക്തമാക്കുന്നത്. എന്നിരുന്നാലും മന്ത്രാലയത്തിൻ്റെ കണക്കുകൾ കൃത്യത പാലിക്കാറുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം യുദ്ധം അവസാനിപ്പിക്കുന്നതായുള്ള അടുത്ത ഘട്ട ചർച്ചകൾക്ക് തുടക്കമായി. ബന്ദികളുടെ മോചനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയിലുണ്ട്. അമേരിക്ക, ഖത്തർ എന്നീ രാജ്യങ്ങളുടെ വക്താക്കൾ ഇസ്രായേൽ വക്താക്കളുമായി ഖത്തറിൽ കൂടിക്കാഴ്ച നടത്താനിരിക്കുകയാണ്. ഹമാസ് നേരിട്ട് ചർച്ചയിൽ പങ്കെടുത്തേക്കില്ലെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ അന്താരാഷ്ട്ര പിന്തുണയുള്ള അമേരിക്കയുടെ നിർദ്ദേശത്തിന് ഹമാസ് അനുകൂലമായിട്ടാണ് നിലപാട് എടുത്തിട്ടുള്ളത്. വൃത്തങ്ങൾ പങ്കെടുക്കാത്ത സാഹചര്യത്തിൽ ഹമാസിൻ്റെ ദോഹ ആസ്ഥാനമായിട്ടുള്ള സംഘവുമായി മധ്യസ്ഥർ ആശയവിനിമയം നടത്തിയേക്കും. ഗസ വെടിനിർത്തൽ ചർച്ചയിൽ എല്ലാവരോടും പങ്കെടുക്കാൻ അമേരിക്ക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇസ്രായേലും ഹമാസും ധാരണയിലെത്തണമെന്നാണ് അമേരിക്കയുടെ ആവശ്യം. ചർച്ച കൂടുതൽ പുരോഗതി കൈവരിക്കുമെന്ന പ്രതീക്ഷയും വൈറ്റ് ഹൗസ് പങ്കുവച്ചിട്ടുണ്ട്. ദേശീയ സുരക്ഷാ വക്താവായ ജോൺ കിർബിയും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇസ്രായേലിനെ ആക്രമിക്കുക എന്ന തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ ഇറാൻ തയ്യാറായിട്ടില്ലെന്ന് ഒരു അന്താരാഷ്ട്ര ചാനലിന് നൽകിയ അഭിമുഖത്തിൽ കിർബി വ്യക്തമാക്കി. അമേരിക്ക സാഹചര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷണം നടത്തുകയാണെന്നും എന്തിനും തയ്യാറാണെന്നും കിർബി കൂട്ടിച്ചേർത്തു. इंटरनेशनल डेस्क मल्लू 1. حابب احكي لكم راحت علينا السنة الدراسية في قطاع غزة عام 2023 و24 أننا استفدنا أعلى الدرجات في الصبر والقوة والتحدي والثبات. أننا نلنا شرف الدفاع عن الوطن وعن كرامة الأمة الإسلامية. ومعظم طلاب غزة قد أصبحوا شهداء أو مصابين، وباقي الأطفال يجمعون الحطب وتعبئة المياه. حسبي الله ونعم الوكيل.